ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5 സെൻറ്റിൽ മനോഹരമായ ഒരു ബോക്സി ടൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള കിഴക്കോട്ട് ഡയറക്ഷനോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. വീടിന് മുന്നിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് വീട് നിൽക്കുന്നത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ ഒരു കാർ പോർച്ച് ഇവിടെ ലഭിക്കുന്നുണ്ട്. 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ കാർ പോർച്ചിലായി ലഭ്യമാണ്. ഇൻ്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തെല്ലാം വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ബോർവെൽ കിണറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു വെള്ളം പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഫിൽറ്റർ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരാം. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഭിത്തിയിലെല്ലാം ഗ്ലാഡിംഗ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഉപയോഗിച്ചിട്ടുള്ളത് തേക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഡബിൾ ഹൈറ്റോടുകൂടി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാള് ഇവിടെ ലഭ്യമാണ്. നല്ലൊരു വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ ഏരിയ എല്ലാം മുകളിലായി കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിൽ വരുന്ന ടൈലുകൾ തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഇവിടെയാണ് ഡൈനിങ് ഹാൾ വരിക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഈ ഒരു ഹോളിൽ നിന്നും ഡയറക്റ്റ് ഇറങ്ങാവുന്ന രീതിയിലുള്ളൊരു കോർട്ട്യാർഡ് സ്പേസ് ഇവിടെ ലഭ്യമാണ്. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അതിൻ്റെ ഡോറ് സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ഡോറാണ്. ഈ കോർട്ട്യാർഡിൻ്റെ 2 സൈഡിലും വേറെ ജിയുടെ പൈപ്പ് നിർമ്മിച്ചിട്ടുള്ള ഡോറും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നല്ലൊരു സേഫായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ് അവിടെ. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ്. കസ്റ്റമറുടെ ഇഷ്ടപ്രകാരം അവർ പറയുന്ന രീതിയിലുള്ള കളറും അതേ സ്റ്റൈലിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ഈ വീട്ടിൽ ചെയ്തു തരുന്നതാണ്. ഇവിടെ അഡീഷണലായിട്ടൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ സ്പേസാണ് ഇവിടെ ലഭ്യമാവുക. ഇവിടെയും അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറ്റമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. 150ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. 2 ഭിത്തിയിലും വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്നൊരു ബെഡ്റൂം തന്നെയാണ്. വലിപ്പമുള്ള ബെഡ്റൂമാണ്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററീസും എല്ലാം കൊടുത്താണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു സർവൻറ്റ് ടോയ്ലറ്റും ലഭ്യമാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് കയറാവുന്ന രീതിയിലാണ് ആ ഒരു ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായി ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറും കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ 1ാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഹാൻഡ് റെയില് ഫിറ്റ് ചെയ്യാനുണ്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ വിശാലമായൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയെല്ലാം വെളിച്ചത്തിന് വേണ്ടി വലിപ്പമാർന്ന വിൻഡോയും പറകോളയെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമാണ് വരിക. ടോട്ടൽ 3 ബെഡ്റൂമിൻ്റെ വീടാണ്. 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമിൻ്റെ വീട് ഇവിടെ ലഭ്യമല്ല. എല്ലാ വീടുകളും 3 ബെഡ്റൂമിൻ്റെ വരുന്ന വീടുകളെല്ലാം ഏകദേശം ഒരു 1600-1800 സ്ക്വയർ ഫീറ്റ് വരെ മാത്രമേ മാക്സിമം വരാറുള്ളൂ. പക്ഷേ ഈ വീട് 2300 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടാണ്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമും ബാത്റൂമുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇത് ഏകദേശം 160ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്തു തരുന്നതാണ്. അത് കസ്റ്റമൈസ്ഡ് ആണ്.
ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. കാക്കനാട് അടുത്ത് 4 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 5 സെൻറ്റിൽ 2300 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,15,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.